ഹലോ, അപ്പോൾ ഇന്ന് നമുക്ക് അത്താഴത്തിന് കുറച്ച് പോർക്ക് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോർക്കെല്ലാം ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടായിരുന്നു കേട്ടോ, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, അതായത് ഒരു തുള്ളി വെള്ളം ഒഴിച്ചല്ലേ, അതെല്ലാം കൂടി ഞാൻ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വിസിലൊക്കെ റെഡിയായി വരട്ടെ. ആ നേരം കൊണ്ട് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് നമുക്ക് റെഡിയാക്കിയൊക്കെ എടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ആദ്യം ഒന്ന് വഴറ്റി, അതൊക്കെ ഒന്ന് വഴന്ന് വന്നപ്പോഴേക്കും സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് ഏറ്റവും സ്പെഷ്യലായിട്ട് വേണ്ടത് പെപ്പർ, അതായത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് വഴന്ന് വന്ന സവാളയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടി വഴന്ന് വന്നപ്പോഴേക്കും അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്കെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ അടച്ച് വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മൂടി തുറന്നിട്ട് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഗരം മസാലയും നമ്മളിപ്പോൾ പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് വീണ്ടും ഒരു 10 മിനിറ്റും കൂടി നമ്മളൊന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് തുറക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ പോർക്ക് ഫ്രൈ ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് കഴിക്കല്ലേ? ശരി എന്നാലേ.